ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു F3 കിച്ചൻ. ഞാൻ ഇന്നിവിടെ കാണിക്കുന്നത് കിച്ചണിൽ നിന്നും എടുത്ത കുറച്ച് വീഡിയോകളാണ് കേട്ടോ. ആദ്യം ഒരു പിസ്സയാണ് ഞാൻ ഉണ്ടാക്കിയത്. അത് ബ്രെഡ് വെച്ചിട്ട് നമ്മളെ വീട്ടിൽ വെച്ചുള്ള കുറച്ച് പച്ചക്കറിയൊക്കെ ഇട്ടിട്ട് ഒരു സിമ്പിളായിട്ടൊരു പിസ്സ ഉണ്ടാക്കി. അത് ഞാൻ ഉണ്ടാക്കണമെന്ന് കാണിച്ചിട്ടില്ല, ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ഞാൻ വീഡിയോ എടുത്ത. നോമ്പ് കാലമായാൽ തന്നെ നമുക്ക് ഒരുപാട് തിരക്കിൻ്റെ ഇടയിലാവും നമ്മൾ ഓരോന്നും ചെയ്യുക. പിന്നെ ആ നോമ്പറക്കണ സമയമാകുമ്പോഴത്തേനും ഓരോന്നും എത്തിപ്പെടുത്തേണ്ട രീതിയിൽ നമ്മൾ പെട്ടെന്ന് ഓരോന്ന് ഉണ്ടാക്കിയെടുക്കുന്നതാണ്. എത്ര തന്നെ നേരത്തെ നമ്മൾ പണി തുടങ്ങിയാലും ആ സമയമാകുമ്പോഴേക്കും എത്ര തിരക്കിട്ട് കഴിഞ്ഞാലും അപ്പോൾ ആ സമയത്ത് നമുക്ക് പണി തീരില്ല. പിന്നെ ചില ദിവസങ്ങളിൽ നമുക്ക് അധികം പൊരിക്കാനൊന്നും വറവൊന്നും ഇല്ലാത്ത സമയത്താണെങ്കിൽ പെട്ടെന്ന് ഇതാകും. പൊരിക്കാൻ നമുക്ക് എന്തുണ്ടാക്കണമെന്നൊക്കെ ആലോചിച്ച് പിടിച്ചിട്ട് ഉണ്ടാക്കുന്ന സമയത്ത് ചിലത് ഉണ്ടാക്കുമ്പോൾ ശരിയാകും ചെയ്യില്ല. അങ്ങനെയൊക്കെ ആയിട്ട് നമുക്ക് കുറേ നേരം പോകും. അപ്പോൾ നമുക്ക് ആ സമയത്ത് വീഡിയോ എടുക്കാനും പറ്റില്ല. ലാസ്റ്റ് നമ്മൾ വീഡിയോ എടുത്ത് കഴിഞ്ഞാലും ഉണ്ടാക്കി കഴിഞ്ഞാലൊന്ന് വീഡിയോ പിടിക്കണതാണ്. അങ്ങനെ എടുത്ത വീഡിയോകളാണ് ഇതൊക്കെ. അപ്പോൾ പിന്നെ നോമ്പറക്കണ സമയം എല്ലാവർക്കും അറിയണതല്ലേ, നല്ല തിരക്കാവും. ഇവിടെ വെച്ച് കുറച്ച് പേരൊക്കെ നോമ്പറക്കാനൊക്കെ ആയിട്ട് വിളിച്ചിട്ടുണ്ടായി. അന്ന് കുറച്ച് വിഭവങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്നു. സത്യം പറഞ്ഞാൽ ഒന്നും വീഡിയോ പിടിക്കാനായിട്ടൊന്നും പറ്റിയിട്ടില്ല. സ്വീറ്റ് പൊട്ടറ്റോ വെച്ചിട്ടൊരു ബജ്ജി ഉണ്ടാക്കി. അതെങ്ങനെയാണെന്ന് വെച്ചാൽ സ്വീറ്റ് പൊട്ടറ്റോ നമ്മൾ ആവിയിൽ വേവിച്ചിട്ട് അതിൽ സവാളയും പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പിലയും കൂടി നന്നായി മിക്സ് ചെയ്യുക. അതിന് ശേഷം ഒന്നുകിൽ കടലമാവോ അതല്ലെങ്കിൽ ഗോതമ്പ് പൊടി. ഞാനിവിടെ ഗോതമ്പ് പൊടിയാണ് മിക്സ് ചെയ്തത്. അതും കൂടി ഇട്ടിട്ട് നല്ലപോലെ നമ്മൾ കുഴച്ചെടുക്കുക. കൈ വെച്ചിട്ട് തന്നെ നന്നായി കുഴച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ എണ്ണയിൽ വെച്ചിട്ട് പരത്തിയെടുക്കുക. പരത്തുക വെച്ചാൽ റൗണ്ട് ഷേപ്പിൽ അതിൽ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് പരത്തിയിട്ട് എണ്ണയിലിട്ടിട്ട് പൊരിച്ചെടുക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. ഒരു മധുരവും എരിവും ഒക്കെ ആയിട്ട് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിട്ട്. നമ്മളെപ്പോഴും ഈ ഉള്ളി ബജി, കായ ബജി, മുളക് ബജി അങ്ങനെയുള്ള ബജികളൊക്കെയാണ് ഉണ്ടാക്കാറ്. ഇതിപ്പോൾ ഒന്ന് വ്യത്യസ്തമായിട്ടൊന്ന് സ്വീറ്റ് പൊട്ടറ്റോ ഇട്ടിട്ട് നമ്മളൊന്ന് റെഡിയാക്കി എടുത്താണ് കേട്ടോ. എന്നും ഇങ്ങനെ വീട്ടിൽ നിന്ന് നോമ്പറക്കുമ്പോൾ ഒരു ചേഞ്ച് വേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഒരു ദിവസം റെസ്റ്റോറൻറ്റിൽ പോയിട്ട് നോമ്പ് തുറന്നാണ് കേട്ടോ. അടിപൊളി ഫുഡായിരുന്നു. പിന്നെ ഞാൻ ചിക്കൻ വെച്ചിട്ട് ഒരു മസാല തയ്യാറാക്കിയിട്ടാണ്. എന്നിട്ട് ഈ ടോർട്ടില്ലയുടെ ഈ ചപ്പാത്തി പോലെ പരത്തിയ ഇത് കിട്ടും. അത് വാങ്ങിയിട്ട് നമ്മളതിൽ ഒരു 4 ഭാഗവും മടക്കിയിട്ട് ഈ സ്റ്റൂപ്പിക്ക് വെച്ചിട്ട് കുത്തിയിട്ട് അതൊരു കള്ളി പോലെ ആക്കും. കള്ളി പോലെ ആക്കിയിട്ട് എടുത്തിട്ട് കോഴിമുട്ട കലക്കിയിട്ട് അതും അതിലിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കും. അതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച മസാല, ചിക്കൻ മസാല അതിൽ ഇട്ട് കൊടുക്കുക. അതിൻ്റെ മുകളിൽ മൊസല്ല ചീസ് അതും ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മളിങ്ങനെ നോൺ സ്റ്റിക്കിൻ്റെ ഇതിൽ ഫ്രൈ പാനിൽ വെച്ചിട്ട് മൂടി വെച്ചിട്ട് ചീസ് മെൽറ്റാവുന്ന വരെ ഒന്ന് നല്ലോണം ആവിയേറ്റെടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. നോമ്പാകുമ്പോൾ നമ്മളിതുപോലെ ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ പരീക്ഷിച്ചു കൊണ്ടിരിക്കും. എന്തെങ്കിലുമൊക്കെ എന്നും ഇങ്ങനെ ഒരേ ഇതന്നെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർക്കൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ അത് കാരണം എന്തെങ്കിലുമൊക്കെ ചേഞ്ച് ആക്കിയിട്ട് ഇതുപോലൊക്കെ ഓരോന്നൊക്കെ ഉണ്ടാക്കി കൊടുക്കും. എപ്പോഴും നമ്മൾ ഇതിനൊന്നും അധികം മെഴുക്കൊന്നും വെളിച്ചെണ്ണ ഒന്നും അധികം ഒഴിക്കണ്ടല്ലോ. പെട്ടെന്ന് അധികം മെഴുക്കില്ലാത്ത രീതിയിലാണ് കഴിയുന്നതും ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ചില ദിവസങ്ങളിലൊക്കെ നമ്മൾ മെഴുക്കിലിട്ട് പൊരിക്കലും ഉണ്ട്, വെളിച്ചെണ്ണയിലിട്ട് പൊരിക്കലുണ്ട്. മിക്ക ദിവസങ്ങളിൽ ഇതുപോലൊക്കെ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്ന രൂപത്തിൽ ബട്ടർ അല്ലെങ്കിൽ ചീസ് എന്തെങ്കിലുമൊക്കെ പരത്തിയിട്ടുള്ള ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുക കേട്ടോ. പിന്നെ ഞാൻ മസാല വെച്ചിട്ട് തന്നെ ഈ ബ്രെഡും അന്ന് 2 ഐറ്റംസ് ഉണ്ടാക്കി, 2-3 ഐറ്റംസൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ ആ മസാല വെച്ചിട്ട് തന്നെ നമ്മൾ ബ്രെഡ് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ബ്രെഡ് പബ്സ് പോലെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. നോക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച പോലെ ബ്രെഡ് മടക്കാൻ പറ്റണില്ല. ബ്രെഡ് കുറച്ച് ചെറുപ്പമായി പോയി. അത് നമ്മളത് ശ്രദ്ധിച്ചില്ല. കുറച്ച് വലുപ്പമുള്ള ബ്രെഡ് വേണ്ടിയിരുന്നു. മസാലയും പിന്നെ എഗ്ഗും വെച്ചിട്ട് അതിൻ്റെ മുകളിൽ മസാല വെച്ചിട്ട് നോക്കുമ്പോൾ അത് മടക്കാനായിട്ട് പറ്റാനില്ല. അങ്ങനെ ഒരു അമളി പറ്റി. അപ്പം മാക്സിമം നമ്മളത് ആ ടൂപ്പിക്കൊക്കെ വെച്ചിട്ട് കുത്തിയിട്ട് ഒരുവിധം അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുത്താണ്. നല്ല കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ആ ഷേപ്പ് ഇത് കിട്ടിയില്ല.
പപ്സിൻ്റെ ആ ഷേപ്പ് കിട്ടിയില്ല. ഒന്ന് രണ്ടെണ്ണമാക്കി പിന്നെ ഇതായി. അപ്പോൾ ചില ദിവസങ്ങളിലൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതുപോലൊക്കെ ഓരോ മിസ്റ്റേക്ക് പറ്റാറുണ്ട് കേട്ടോ. നിങ്ങൾക്കിങ്ങനെ പറ്റാറുണ്ടോ? എനിക്ക് ചിലപ്പോഴൊക്കെ നന്നാവും, ചിലപ്പോൾ നന്നാവില്ല, അങ്ങനെയൊക്കെ ആയിട്ട്. എന്നാലും ഒരുവിധ സാധനങ്ങളൊക്കെ ഒരുവിധം നന്നാക്കി എടുക്കാറുണ്ട്. പിന്നെ ബണ്ണ് വെച്ചിട്ട് ബർഗർ ഉണ്ടാക്കി, ചീസ് ബർഗർ. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അതൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോ ദിവസം ഓരോ ഐറ്റംസ് ഉണ്ടാക്കി, നല്ല രസമായിരുന്നു. പിന്നെ ഇക്കാക്ക് അട ഉണ്ടാക്കണമെന്ന് പൂതി വന്നപ്പോൾ നമ്മളൊരു അട ഉണ്ടാക്കി. വാഴയില വെച്ചിട്ട് അട ചുട്ടെടുക്കുകയും ചെയ്ത്, പിന്നെ ആവി കയറ്റിയിട്ട് നമ്മളത് പുഴുങ്ങിയെടുക്കുക. രണ്ടും രണ്ട് തരം ടേസ്റ്റാണ്. അതിൽ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. പുഴുങ്ങിയതാകുമ്പോൾ ഒന്നുകൂടി ഒരു സോഫ്റ്റ് ഉണ്ടാവും. ചുട്ടതാകുമ്പോൾ ഒന്ന് ഡ്രൈ ആയിട്ടുണ്ടാവും. പക്ഷേ ചുടുമ്പോഴാണ് ഒന്നും കൂടി ടേസ്റ്റ് എന്നൊക്കെ തോന്നുന്നത്. ആവി കയറ്റുമ്പോൾ അതിൻ്റെ അത്രയ്ക്ക് അങ്ങോട്ട് ടേസ്റ്റ് കിട്ടാറില്ല. എന്നാലും പലർക്കും പല ടേസ്റ്റാണല്ലോ. ഓരോരുത്തർക്ക് ഓരോ ടേസ്റ്റായിരിക്കും. എന്തായാലും അടിപൊളി രസമാണ്. എപ്പോഴെങ്കിലുമൊക്കെ ഇതുപോലെ കടയൊക്കെ ഉണ്ടാക്കി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. പിന്നെ ഈ പള്ളിക്കന്ന് കിട്ടിയാണ് കേട്ടോ ബോക്സ്. പള്ളിക്കന്ന് ഈ ചോറും നോമ്പറക്കാനുള്ള സാധനങ്ങളൊക്കെ നമുക്ക് കിട്ടും. അല്ല, നമ്മൾ പോയി കഴിഞ്ഞാൽ കിട്ടും, പക്ഷെ നമ്മൾ പോവാറില്ല. ഒരു ദിവസം പോയപ്പോൾ എല്ലാവർക്കും കിട്ടിയതാണ്. അപ്പോൾ അന്ന് അതേപോലെ തന്നെ ഞങ്ങളത് കഴിച്ചു മാത്രം. പിന്നെ ഒരു ദിവസം ഞങ്ങൾ വീണ്ടും അന്ന് ഫുഡൊന്നും ഉണ്ടാക്കാണ്ട് നോമ്പറക്കാൻ വേണ്ടിയിട്ട് ഹോട്ടലിൽ പോയിട്ട് കഴിച്ചിട്ട്. നമ്മളെ സിനിമാ നടൻ ദിലീപിൻ്റെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട് ഇവിടെ സഫാരി മാളിൽ, ദേവപുട്ടേന്നുണ്ട്. എന്തായാലും അവിടെ പോയിട്ട് ഞങ്ങൾ ഇതേപോലെ ഒരു ദിവസം അവിടെ പോന്നു നോമ്പറന്നു കേട്ടോ. എന്നാലും കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു. അപ്പോൾ കഴിച്ചു. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. പുട്ടും വാങ്ങിച്ചിട്ടുണ്ടായി, പക്ഷേ പുട്ടിനൊന്നും വീഡിയോ പിടിക്കാൻ പറ്റിയില്ല. കുറച്ച് സാധനങ്ങളൊക്കെ വീഡിയോ പിടിച്ചോളൂ. കഴിച്ച് കഴിയണതിനനുസരിച്ചിട്ട് ഓരോന്നൊക്കെ ഇങ്ങനെ ഓർഡർ ചെയ്തിട്ട് വരുത്തിയിട്ട് ഒരുപാട് സാധനങ്ങളൊക്കെ കഴിച്ചു കേട്ടോ. ഞണ്ട് വാങ്ങിയതാണ് കേട്ടോ. ഞണ്ട് നമ്മൾ ചുവപ്പ് ഞണ്ടാണ് കണ്ടിട്ടുള്ളത്. ഇത് കാണാൻ നല്ല ഭംഗിയുള്ള നീലയും പച്ചയും കളറൊക്കെ ആയിട്ടുള്ള നല്ലൊരു വെറൈറ്റി ഞണ്ട് കണ്ടപ്പോൾ ഞാൻ വീഡിയോ പിടിച്ചതാണ് കേട്ടോ. ഫ്രൈ ചെയ്ത് നമ്മൾ കഴിച്ചു. അതൊന്നും നമ്മൾ എടുത്തിട്ടില്ല. നല്ല ഞണ്ടിനെ ഫ്രൈ ചെയ്യുമ്പോൾ കളറ് മാറുമല്ലോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ രസം തോന്നിയപ്പോൾ വീഡിയോ പിടിച്ചതാണ്. ഞാൻ അങ്ങനത്തെ ഒരു നീല കളറായിട്ട് കണ്ടിട്ടില്ല. മറ്റേ ഈ ചുവപ്പ് കളർ, ഒരു ഓറഞ്ച് കളർ, അങ്ങനെയൊക്കെ ആയിട്ടുള്ള കളറുകളല്ലേ കണ്ട് അധികം. ഇതൊരു വെറൈറ്റി കളർ കണ്ടപ്പോൾ വീഡിയോ പിടിച്ചാൽ ഭംഗി തോന്നി. കൈപ്പത്തിരി ഉണ്ടാക്കിയപ്പോഴേ ചെമ്മീനും മുരിങ്ങക്കായും മാങ്ങ ഇട്ടിട്ട് അടിപൊളിയായിട്ടുള്ളൊരു കറി ഉണ്ടാക്കിയാണ് കേട്ടോ. സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കിയാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. മുരിങ്ങക്കായും മാങ്ങയും ചെമ്മീനും തേങ്ങ അരച്ച് വെച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.